guys, welcome back to my channel. ഇന്ന് നമ്മൾ സ്ഥലത്തേക്ക് പോവാണ്. നമുക്ക് റിസപ്ഷൻ ഉണ്ട്. അവിടെ പോകുന്ന വീഡിയോ നമുക്ക് ആ വഴി കാണാം. നന്നായി പോകുന്നുണ്ട്. എല്ലാം റെഡി ആയപ്പോണ്ട് ഇപ്പൊ വണ്ടി പോയിക്കൊണ്ടിരിക്കുവാണ് നമ്മള്. ഗൈസ് ഇപ്പൊ നമ്മൾ എത്ര മണിക്കാന്ന് അറിയത്തില്ല. ഇപ്പൊ അവിടെ കുറേ നേരം എടുക്കുമായിരിക്കും എത്താൻ. ബാക്കി ഡിസൈർ വരുന്നുണ്ട്. അവിടെ എത്തുമ്പോഴത്തേക്ക് കുറേ നേരം എടുക്കുമായിരിക്കും. പക്ഷെ നമ്മൾ 1 മണിക്ക് ഇറങ്ങാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ കുറേ നേരം എടുത്തു. ഗായ്സ് നമ്മൾ മുമ്പ് ഇപ്പം നമ്മൾ ഡിസൈറാണ് ഇപ്പം. നേരത്തെ ബാക്കിലായിരുന്നു, ഇപ്പം മുമ്പിലായപ്പോൾ ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ ഞാൻ കാണിക്കുന്നത് തന്നെ. അപ്പോൾ ഗൈസ് നമ്മുടെ റിസപ്ഷന് പോകാൻ വേണ്ടി നമ്മളിതാ എല്ലാവരും റെഡി ആയിട്ട് ഇരിക്കുകയാണ്. നമ്മളൊരു 1 മണിക്കാണ് പ്ലാൻ ചെയ്തത് ഇറങ്ങാൻ വേണ്ടി. പക്ഷേ ഇപ്പോൾ 2:30 നമുക്ക് റിസപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 6 മണിക്കാണ്. നമുക്ക് നോക്കാം എത്ര മണിക്ക് അവിടെ എത്തും. ഈ സോണി കുറേ സമയം നമുക്ക് വെയിറ്റ് ആയതും കുറേ നേരമായിട്ടും ഞങ്ങൾ അവിടെ ഇരിക്കുക. ഞങ്ങൾ എല്ലാവരും സോണിയാണ് ഇത്രയും നേരം വേസ്റ്റ് ചെയ്ത സമയം. അത് കാരണം നമ്മൾ 1 മണിക്ക് ഇറങ്ങുന്നത് ഇപ്പൊ കൊറേ സമയമായി. ഇക്ക 1 മിനിറ്റ് വണ്ടി ഒന്ന് സൈഡിലോട്ട് നിർത്തി. എന്റെ മടിയിൽ ഇരുന്നിട്ടാണ് അവൻ എന്നെ കുറ്റം പറയുന്നത്. ഇവനൊന്ന് ഇറക്കി വിടട്ടെ. പണ്ടേ അവന് സോണിനോടാണ്. പക്ഷേ നമ്മൾ എത്താൻ കൊറേ നേരം എടുക്കും. മഴ ചാറുന്നുണ്ട് ചെറുതായിട്ട്. ഇപ്പൊ മഴ ഫുൾ ആവുമായിരിക്കും. വഴി മുഴുവനും നല്ല ബ്ലോക്കാണ്. സാറ്റർഡേ ആണ്. ഇന്നാണ് കസിൻ്റെ വെഡ്ഡിങ് റിസപ്ഷൻ. ഇതിനു മുന്നേ നമ്മൾ വെഡ്ഡിങ്ങിൻ്റെ വീഡിയോസും ഹൽദി മെഹന്തിയുടെ ഫംഗ്ഷൻസിൻ്റെ വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളിതായിപ്പോൾ എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ 2 കാറിലായിട്ടാണ് കേട്ടോ എറണാകുളത്ത് പോകുന്നത്. ഉമ്മായും വാപ്പായും നാത്തൂൻ്റെ ഉമ്മായും വാപ്പായും സിസ്റ്ററും ഒരു കാറിലും, എൻ്റെ അനിയത്തിയും അനിയത്തിയുടെ ഹസ്ബൻഡും അനിയത്തിയുടെ മദറിൻലോയും എൻ്റെ കുഞ്ഞുമ്മായും എൻ്റെ മോനും അനിയത്തിയുടെ മോനും നമ്മളെല്ലാവരും കൂടെ ഒരു കാറിലുമാണ് പോകുന്നത്. അന്നേരം നമ്മൾ ട്രാവലിങ്ങിനിടയിലുള്ള കുറച്ച് വിശേഷങ്ങളും പിന്നെ അവിടെ ചെന്നിട്ടുള്ള നമ്മുടെ റിസപ്ഷനും എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഇന്ന്. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് കുറച്ച് സ്വീറ്റ്സ് കഴിക്കാൻ പോവാണ്. നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നെയാണ് ഇതൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കുറേ നേരമായിട്ട് അത് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് എന്തെങ്കിലും തിന്നാൻ കിട്ടുന്നത്. ഇപ്പം നമുക്ക് കായംകുളം ആയിട്ടുണ്ട്. നമുക്ക് പോകുന്ന വഴിക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുവാണ്. വിട്ട് ഇങ്ങനെ ഏതാണ് ആദ്യം എടുക്കുന്നത്? ഏതെടുക്കുന്ന ഒരാൾക്ക് തന്റെ വയറ് വെള്ളം തോറും. ഓക്കെ കാണിച്ചാൽ മതി. ശരി എല്ലാം പറഞ്ഞു മതി. അത് കഴിഞ്ഞ് നമ്മളിതാ ഹരിപ്പാടൊക്കെ എത്താറായപ്പോഴത്തേക്കൊരു കടയിൽ കയറിയിട്ട് എല്ലാവരും ചായയും സ്നാക്സും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. ഹലോ അളന്തൂടാ ഉഴുന്നോണോ? ഇട് കച്ച്. വേണ്ടതൊന്നുമല്ല, അവൻ എടുത്തോണ്ട് പോയി. വേണ്ട. ബൈ നീ പോയില്ലേ? നമ്മളിതാ ഒരു ബോണ്ടയൊക്കെ വാങ്ങി കഴിച്ചു. ബോണ്ട നന്നായിട്ട് തണുത്തിരുന്നതുകൊണ്ട് അത്ര ടേസ്റ്റ് തോന്നിയില്ല. പിന്നെ മഴ ചെറുതായിട്ട് ചാറിയപ്പോഴത്തേക്ക് മോനെ കൊണ്ടുവന്നിട്ട് കാറിലിരുത്തുവാണ്. 2 കാറിലായിട്ടായിരുന്നല്ലോ നമ്മൾ വന്നെന്ന് പറഞ്ഞത്. ഫ്രണ്ടിൽ കിടക്കുന്ന ഒരു കാറും നമ്മുടെ കാറും. നമ്മൾ ചായ കുടിക്കാൻ കയറിയിരിക്കുകയാണ്. കുറേ നേരമായി കയറിയിട്ട് ഇപ്പോഴൊന്നാവും എനിക്ക് തോന്നുന്നില്ല. ഇതാണ് എൻ്റെ അനിയത്തിയുടെ മോനിപ്പോൾ 6 മാസം കഴിഞ്ഞു. ഇതിന് മുന്നേ ഉള്ള വീഡിയോസിനകത്തൊക്കെ ഞാൻ മോനെ കാണിച്ചിട്ടുണ്ട്. അപ്പം മോന് യാത്ര ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. യാത്രയാണ് എത്ര നേരം വേണമെങ്കിലും മോൻ മുഷിയാതൊക്കെ ഇരുന്നോളും. അല്ലെങ്കിൽ ഇടയ്ക്ക് കുറച്ച് നിർബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ മുന്നിൽ നമ്മുടെ ഡിസയർ പോകുന്നുണ്ട്. നേരത്തെ പറഞ്ഞായിരുന്നല്ലോ നമ്മൾ 2 കാറിലായിട്ടാണ് പോകുന്നത്.
ചെറുതായിട്ടൊക്കെ മഴ ചാറുന്നുണ്ട്, വലിയ മഴയില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇപ്പോൾ റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് അത്യാവശ്യം തിരക്കും കാര്യങ്ങളും ഉണ്ട്. പിന്നെ പെട്ടെന്ന് എങ്ങോട്ടാണ് വണ്ടിക്ക് ഡീവിയേഷൻ വരുന്നത് എന്നൊന്നും അറിയാൻ വയ്യല്ലോ. 6 മണിക്കാണ് ഫംഗ്ഷൻ തുടങ്ങുമെന്ന് പറഞ്ഞേക്കുന്നത്. നമ്മൾ ഓൾറെഡി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റായി. 1 മണിക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏകദേശം 2 മണി കഴിഞ്ഞു ഇറങ്ങാൻ നേരപ്പോഴത്തേക്ക്. ഒരുപാട് പേരുണ്ടല്ലോ, അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടൊക്കെ വരാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായതാണ്. പിന്നെ മഴ, റോഡിലെ ട്രാഫിക്ക് എല്ലാം കൊണ്ട് നമ്മളിവിടെ എത്തുമ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ ലേറ്റ് ആവും. എന്നാലും കുഴപ്പമില്ല, നമുക്ക് എന്തായാലും പോയല്ലേ പറ്റത്തുള്ളൂ. പിന്നെ എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് അത്ര മുഷിച്ചിലില്ലായിരുന്നു. എന്നാലും 5 മണിക്കൂർ കൊണ്ട് എത്തേണ്ടടുത്ത് റോഡിലെ ബ്ലോക്കും മഴയെല്ലാം കൂടെ കൊണ്ട് 6-7 മണിക്കൂർ കൂടുതൽ എന്തായാലും എടുക്കും. എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ കാറിലിരുന്നൊരു ഗെയിമൊക്കെ കളിക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള സംസാരമാണ് ഇപ്പോൾ കാറിൽ നടക്കുന്നത്. ഒരുപാട് ദൂരം എന്തായാലും പോകാനുണ്ടല്ലോ, അപ്പം എല്ലാവരും കൂടെ ഉള്ളതല്ലേ, നല്ല രസമായിരിക്കുമല്ലോ എന്ന് കരുതിയിട്ട് ഒരു ഗെയിം കളിക്കാമെന്നൊക്കെ പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുക. അനിയനും ചേട്ടനും തമ്മിലുള്ള കുറച്ച് സ്നേഹപ്രകടനങ്ങളാണ് ഈ കാണുന്നത്. ഗായ്സ്, ഇപ്പൊ നമ്മൾ ചെറുതാൽ എത്തിയപ്പോണ്ട് ചെറുതായിട്ട് മഴയൊക്കെ പൊടിക്കുന്നുണ്ട്. ഡ്രൈവറിനിപ്പോ നല്ല ഉറക്കം വേണുണ്ട്. അപ്പൊ നമ്മൾ ഗെയിം കളിക്കാൻ പോവാണ്. അതിന്റെ വീഡിയോ എന്താ നമുക്ക് കാണാം. അതെങ്ങനെ കളിക്കുന്നത് നമുക്കറിയാം. എ സ്പെല്ലിംഗ് വെച്ചാ തുടങ്ങുന്നത് വെച്ചാ എ വെച്ചാ തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഗെയിമിന് റൂൾ ഉണ്ട്. 10 സെക്കൻഡിനുള്ളിൽ ആ വേർഡ് പറയണം. എന്നുവെച്ചാൽ ഇപ്പൊ നമ്മൾ എ വെച്ചിട്ടാണ് ആൽഫബറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എ വെച്ച് തന്നെ എല്ലാ വേർഡ്സും പറയാം. ഔട്ട് ആവണമെങ്കിൽ എന്ത് ചെയ്യും? ഔട്ട് ആവണമെങ്കിൽ ഔട്ടായി അവിടെ ഇരിക്കും. വണ്ടിയിൽ നിന്ന് പുറത്തു പോകും, വണ്ടിയിൽ നിന്ന് ഇറക്കി വിടും. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, തുടങ്ങിക്കോ. എ വെച്ച് വെച്ചൊരു വേർഡ് പറ. പേരായാലും പറയാം. അതിന് പേരൊക്കെ പറയാം. അതിന് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. പക്ഷെ നമുക്ക് അങ്ങനെ പേരൊന്നും പറയാൻ പാടില്ല. 10 സെക്കൻഡേ ഉള്ളൂ, കറക്റ്റ് 10 സെക്കൻഡ്. പക്ഷെ എം വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇടാ, നീ ആപ്പിൾ ഉണ്ടല്ലോ, ഏതെങ്കിലും ഒന്ന് പറ. ഓക്കെ, ഇനി ഞാൻ പറയട്ടെ. എയറോപ്ലെയിൻ. എയർപോർട്ട്. ചവക്കാടോ. ചിരിക്കാനല്ല പറ. ഉണ്ട് പറമ്മ. ആൻഡ് 6 ടിക് ടിക് 7 ടിക് ടിക് 8 ടിക് ടിക് 9 ടിക് ടിക് 10. വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോകണ്ടായിരുന്നു സോണി. കില്ലർ. ടിക് ടിക് 1 ടിക് ടിക് 2 ടിക് ടിക് 3 ടിക് ടിക് 4 ടിക് ടിക് 5 കിഡ്സ് ടിക് ടിക് 6 കിഡ്സ്. കണ്ടോ ഗായ്സ്, തെളിവ് ഞാൻ പറഞ്ഞു, സമ്മതിക്കത്തില്ല. കിഡ്സ് കോളേജ്, ഞാൻ പഠിച്ച കോളേജിന്റെ പേരാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ. നോ കണ്ട, അതൊക്കെ ഫേക്ക് ആണ്. വീഡിയോക്ക് വേണ്ടി ഇവര് പറ്റത്തില്ല. കാവച്ച് കണ്ണാതുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, എന്നെ കണ്ടതില്ലല്ലോ ഇന്നെന്നിൽ പൂക്കാലം കളിയാടാമേ, കിളിമരത്തണലോരം കളിയാടാമേ, കിളിമരത്തണലോരം. പാപ്പി അപ്പച്ചനോടോ അപ്പച്ചനോടോ പാപ്പിക്ക് സ്നേഹം. അപ്പച്ചനോട്. അങ്ങനെ എറണാകുളം എത്തിയിരിക്കുകയാണ്. ഈ എറണാകുളം എന്ന് പറയുമ്പോ തന്നെ നമ്മൾ ഈ പാലം എത്തുമ്പോ തന്നെ നമുക്ക് എറണാകുളം എത്തിയിരിക്കാം. ഇത് ഏത് പാലമാണ് പറയൂ. ഇതാണ് എല്ലാ സ്ഥലത്തിലും നീ ബോഡി നോക്കുന്ന പോലെ ബോർഡിൽ നോക്കുവാണെന്ന് എനിക്ക് മനസ്സിലായി. പറയൂ. എറണാകുളം പാലത്താണ് നമ്മളിപ്പോ ഉള്ളത്. ഇനി കുറച്ച് മണിക്കൂറിൽ നമ്മൾ എത്തും. ഇനി ലുലു മാൾ നമുക്ക് കാണാനുണ്ട് ഗായ്സ്. അപ്പൊ നമുക്ക് ലുലു മാളിൽ എത്തുമ്പോ കാണാം. വഴി പോണ വിശേഷങ്ങൾക്ക് ഞാൻ വഴി തന്നെ പറഞ്ഞു തരാം. ഈ റോഡിൽ ഈ ടോളൊക്കെ കൊടുത്ത് പോണോ? ടോളൊക്കെ കൊടുത്ത് പോണം. ഗായ്സ്, നിങ്ങൾ ആഗ്രഹം എന്താണ്? എത്ര വർഷമായിട്ട് തുടങ്ങിയ ടോളാണ്, ഇതുവരെ നിർത്താറായി ചോദിക്കും.
ഗൈസ് എത്ര വർഷമായി തുടങ്ങിയ ടോളാണ്, നിർത്താറായിട്ടില്ല ഈ ടോള്. ഗൈസ് നമ്മളിപ്പോ എത്താറായപ്പോണ്ട് നമ്മൾ പെട്രോൾ പമ്പ് ഫ്രഷ് ആവാൻ കയറിയപ്പോണ്ട് നമ്മൾ ഏകദേശം അവിടെ ഇച്ചിരി നേരത്തുള്ളിൽ അവിടെ എത്തുമായിരിക്കും ഞാൻ വിചാരിക്കുന്നു. അപ്പോഴത്തേക്കും നമ്മൾ എല്ലാവരും ഫ്രഷായി എല്ലാവരും ഡ്രസ്സൊക്കെ മാറുന്നുണ്ട്. ഗൈസ് എന്റെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട്, നല്ലതല്ലേ ഗൈസ്? സൂപ്പർ കോസ്റ്റ്യൂം അല്ലേ? നമ്മളിപ്പോ പെട്രോൾ പമ്പ് നല്ല തിരക്കുണ്ട്, രാത്രിയിലാണ് പരിപാടി. നമ്മൾ 6 മണിക്ക് എത്തേണ്ട, പക്ഷെ നമ്മൾ ഒത്തിരി ടൈം വേസ്റ്റായി. നമുക്ക് എത്താൻ ഒരു 8:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ എത്തുമായിരിക്കും ഗൈസ്. അന്നേരം നമ്മുടെ റിസപ്ഷൻ നടക്കുന്ന കൺവെൻഷൻ സെൻറ്റർ നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അടുത്താണ്. നമ്മളിപ്പോൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇനി അവിടുന്ന് വളരെ അടുത്ത് തന്നെയാണ് നമ്മുടെ കൺവെൻഷൻ സെൻറ്റർ. ബ്ലോക്കൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എത്താമെന്നാണ് കരുതുന്നത്. അപ്പം ഇതാണ് നമ്മുടെ കൺവെൻഷൻ സെൻറ്റർ, ഫ്ലോറ കൺവെൻഷൻ സെൻറ്റർ. ഇവിടെ വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ റിസപ്ഷൻ നടത്തുന്നത്. അപ്പം നമ്മളിതാ അകത്തോട്ട് എത്തിയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാവേ. അന്നേരം നമ്മളിതാ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിതാ ഇപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എൻട്രൻസിലുള്ള ഡെക്കർ. അപ്പം നമ്മുടെ കല്യാണ പെണ്ണിൻ്റെയും ചെക്കൻ്റെയും പേര് നൗഷാദ സോഫയെന്നുമാണേ. അങ്ങനെ അവിടെ നിന്ന് നമ്മളിത് അകത്തോട്ട് വന്നിട്ടുണ്ട്. അകത്തോട്ട് വന്നപ്പോൾ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഫംഗ്ഷൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. 7 മണിയായപ്പോഴത്തേക്ക് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തെന്നാണ് പറഞ്ഞത്. നമ്മൾ എത്തിയപ്പോഴത്തേക്ക് 8:30 നമ്മളെല്ലാവരെയും കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. ഇതാണ് ഇന്നത്തെ എൻ്റെ കോസ്റ്റ്യൂം. ഞാൻ ഇന്ന് സാരിയാണ് ഉടുത്തത്. ഇപ്പം 3-4 ഫംഗ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നിനും ഞാൻ സാരി ഉടുക്കാത്തതുകൊണ്ട് ഇന്ന് ഞാൻ സാരി ഉടുത്തു. പക്ഷേ കൊല്ലം ടു എറണാകുളം നല്ല ലോങ് ആയതുകൊണ്ട് സാരി ഉടുത്ത് ഞാനൊരു പരുവായിട്ടിരിക്കുകയാണ്. പിന്നെ അനിയത്തിയും മോനും എല്ലാവരും ഉണ്ട്. നമ്മളിത് ആ സ്റ്റേജിൽ കയറി ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കല്യാണ ചെക്കനെയും പെണ്ണിനെയും കണ്ട് സംസാരിച്ചു. ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു. മോൻ ഇതുവരെ ഉള്ള ഫംഗ്ഷൻസിനെല്ലാം സിമ്പിൾ ഔട്ട്ഫിറ്റ് ആയതുകൊണ്ട് ഞാൻ കരുതി ഇന്നത്തെ ഫംഗ്ഷന് ഒരു പാർട്ടി വെയർ ആയിക്കോട്ടെ. അതൊക്കെ കഴിഞ്ഞ് പിന്നീട് അനിയത്തെയും ഫാമിലിയും ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജിലോട്ട് കയറിയിട്ടുണ്ട്. അങ്ങനെ കല്യാണപ്പെണ്ണ് നമ്മുടെ അനിയത്തിയുടെ മോനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മളിതാ ഫുഡ് കഴിക്കുന്നിടത്തോട്ട് പോയി. ബൊഫേ ആയിരുന്നു. 2-3 കൗണ്ടേഴ്സിലായിട്ട് ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ ഫുഡൊന്നും എടുത്തില്ല, കുറച്ച് ഫുഡൊക്കെ എടുത്ത് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ നമ്മുടെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഒരുവിധം കഴിഞ്ഞു. ഏകദേശം ഒരു 10 മണിയോളം കഴിഞ്ഞു. അങ്ങനെ പിന്നെ ഇപ്പം നമ്മുടെ സ്റ്റേജിൽ ചെക്കനും പെണ്ണും മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ കുറച്ച് വീഡിയോസ് എടുപ്പും കാര്യങ്ങളും നടക്കുന്നുണ്ട്. മോൻ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുക. കുറേ ടൈം ആയല്ലോ. അപ്പം മോനിതാ ചെറുതായിട്ട് ബോറടിച്ചു തുടങ്ങി. അപ്പം എൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതാണപ്പം ചെക്കനും പെണ്ണിനും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവർ അറേഞ്ച് ചെയ്ത ടേബിൾ. നല്ല ഭംഗിയുണ്ടല്ലേ, അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെക്കനും പെണ്ണൊന്നും ഇതുവരെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ടൈം ഒരുപാടായി. നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കാറിൽ കയറി. നമുക്കിവിടെ നിന്ന് അനിയൻ്റെ അടുത്തോട്ട് പോകണം. നമ്മൾ കുഞ്ഞുമ്മ അവിടെ ആക്കിയിട്ടാണ് വന്നത്. അപ്പോൾ അങ്ങോട്ട് നമ്മൾ ചവറയിൽ പോവാണ്. അതിന് മുമ്പിൽ നമ്മൾ സൽമാൻ്റെ റൂമിൽ കയറുന്നുണ്ട്. കുഞ്ഞുമ്മയെ നമ്മൾ അങ്ങോട്ട് സൽമാൻ റൂമിലേക്ക് ആക്കിയപ്പോൾ ഉണ്ടായിരുന്നു. അവിടുന്ന് അടുത്തത്ത് വന്നെങ്കിൽ നമുക്ക് ചവറയിലേക്ക് പോവാൻ. ഗായ്സ് ആരോ ബാക്കിൽ പിടിക്കുന്നുണ്ട്. ആരാ നോക്കാം, പിടിക്കരുതെന്ന് പറ. നീ അങ്ങോട്ട് നീ പറഞ്ഞാ കേക്കും. പിടിക്കരുത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇന്ന് നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഉറപ്പായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. വീഡിയോ കാണുന്ന ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.